2025 ജൂൺ 24 ചൊവ്വാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണിത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കി കണ്ണൂരിൽ പ്രകടനം നടത്തിയ 17 പേരിൽ ഒരാളായ കെ.പി. രാജനെ സംബന്ധിച്ചതായിരുന്നു വാർത്ത. പോലീസിൻ്റെ കൊടിയ പീഡനത്തിൻ്റെ നീറ്റൽ ഇന്നും കണ്ണപുരത്തെ കെ.പി. രാജൻ്റെ മനസ്സിൽ മായാതെയുണ്ടെന്ന് വാർത്തയിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നേതാക്കളെ അടക്കം അടിവസ്ത്രത്തിൽ നിർത്തിയാണ് ചോദ്യം ചെയ്യൽ. പോലീസ് ഓഫീസർ പുലിക്കോടൻ നാരായണനാണ് കെ.പി. രാജനെ ചോദ്യം ചെയ്തത്. മർദ്ദക വീരൻ എന്ന് അറിയപ്പെട്ട പുലിക്കോടൻ നാരായണൻ്റെ നിഷ്ഠുര മർദ്ദനത്തിൻ്റെ ഫലമായി രാജൻ്റെ ശരീരമാസകലം ചതഞ്ഞ് ചോര കല്ലിച്ചു. പരിക്കിൻ്റെ കാഠിന്യം മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് മാറ്റാൻ നേതാക്കൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പോലീസുകാർ പിന്മാറിയില്ല. ചതവ് മാറാൻ മരുന്നായി മൂത്രം കുടിച്ചോളൂ എന്നായിരുന്നു പോലീസിൻ്റെ നിർദ്ദേശം. പോലീസ് സ്റ്റേഷനിൽ മർദ്ദനത്തിൽ അവശരായ തടവുകാരെ മൂത്രം കുടിപ്പിക്കുന്നത് ഒരു പരാതിയായാണ് ഉന്നയിക്കപ്പെടാറുള്ളത്. കെ.പി. രാജൻ ഈ നിർദ്ദേശം പാലിച്ചോ എന്ന കാര്യം വാർത്തയിലില്ല. പക്ഷേ ഇതേ അനുഭവം CITU സംസ്ഥാന സെക്രട്ടറിയും CPIM നേതാവുമായ കണ്ണൂർ സ്വദേശിയുമായ K.P. സഹദേവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ വന്ന ഒരു ലേഖനത്തിൽ ജയിലിലെ അദ്ദേഹത്തിൻ്റെ മൂത്രപാനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്. മർദ്ദനത്തിൻ്റെ ചതവിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ മൂത്രപാനം ശീലമാക്കിയിരുന്നെന്നും അതുകൊണ്ട് വളരെയധികം ആശ്വാസം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPIM നേതാവായ അന്തരിച്ച MM ലോറൻസ് തൻ്റെ ജയിലിലെ മൂത്രപാനം സംബന്ധിച്ച വിവരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1-2 തവണ അദ്ദേഹം ഇക്കാര്യം നേരിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ മർദ്ദനമേറ്റ് അവശനായ തന്നോട് സഹ തടവുകാരനായ ഒരു മോഷ്ടാവാണ് മൂത്രം കുടിച്ചാൽ ശരീരത്തിൻ്റെ പരിക്കിനും ക്ഷീണത്തിനും ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. തൻ്റെ മൂത്രപാനശീലം വളരെക്കാലം തുടർന്നിരുന്നു എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിരുന്നു. തൻ്റെ വാക്കുകൾ വീഡിയോയിൽ പകർത്താൻ അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ മകൻ അത് അനുവദിച്ചില്ല. ശരീരത്തിന് ചതവുണ്ടായാൽ മൂത്രം കുടിക്കാൻ ചില കളരി ഗുരുക്കന്മാരും നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. ഇതൊരു ശിക്ഷയല്ല, ചികിത്സ തന്നെയാണ്.